അമ്മ മനസ്സിൻ്റെ മനോഹാരിത ആവോളം ആസ്വദിച്ച ആ അമ്മയോടൊരു ചോദ്യം. ഉദരത്തിൽ ഉരുവായ ജീവൻ വേണോ അതോ സ്വജീവൻ വേണോ? ആ ചോദ്യത്തിന് മുമ്പിൽ പതറാതെ അവൾ ഉത്തരമേകി. ഉദരത്തിൽ ഉരുവായ ജീവനെ തന്നെ വേണം. ആ ജീവന് വേണ്ടി സ്വന്തം ജീവൻ വെടിയാൻ തയ്യാറായപ്പോൾ അവൾ വെറുമൊരു അമ്മയായല്ല, വിശുദ്ധയായ ഒരമ്മയായി മാറി. ആ അമ്മയാണ് വിശുദ്ധ ജാന്ന ബെറേറ്റ മോള. കുഞ്ഞിനെ വേണോ അതോ സ്വന്തം ജീവൻ വേണോ എന്ന ഡോക്ടർമാരുടെ ചോദ്യത്തിന് വിശുദ്ധ ജാന്നയ്ക്ക് ഒരേ ഒരു ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ: എനിക്കെൻ്റെ കുഞ്ഞിനെ മതി. ജീവിക്കാൻ എനിക്ക് അവകാശമുള്ളതുപോലെ എൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞിനും ജീവിക്കാൻ അവകാശമുണ്ട്. ആൽബെർട്ടോ ബെറേത്തായുടെയും മരിയയുടെയും മക്കളിൽ 10ാമത്തവൾ. എല്ലാ മക്കളെയും മാതാപിതാക്കൾ വിശ്വാസത്തിലും ദൈവഭക്തിയിലും വളർത്തി. ഇറ്റലിയിലെ മിലാനിൽ ജനിച്ച ജാന്നയ്ക്ക് 3 വയസ്സുള്ളപ്പോൾ അവരുടെ കുടുംബം ബെർഗമോയിലേക്ക് താമസം മാറ്റി. ജീവിതത്തെ ദൈവത്തിൻ്റെ ദാനമായി കണ്ട ജാന്ന ബാല്യം മുതലേ വളരെ ശാന്തയും സൗമ്യയും. പിന്നീട് മിലാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരു ശിശുരോഗ വിദഗ്ധയായി ബിരുദമെടുത്ത ജാന്ന തൻ്റെ പ്രവർത്തന മേഖല അമ്മമാരിലേക്കും ദരിദ്രരിലേക്കും ശിശുക്കളിലേക്കും വ്യാപിപ്പിച്ചു. വിൻസെൻ്റ് പോൾ സൊസൈറ്റിയിൽ അംഗമായിരുന്ന അവൾ പാവങ്ങളെ വളരെയധികം സഹായിച്ചു, അവരെ സ്നേഹിച്ചു. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ജാന്ന ആ വിവാഹ അന്തസ്സിനെ ദൈവത്തിൻ്റെ ദാനമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അവരുടെ ദാമ്പത്യ വല്ലരിയിൽ 3 കുഞ്ഞുങ്ങൾ ജന്മമെടുത്തു: പിയർ ലിയൂജി, മരിയ സീത, ലൗറ. ഇങ്ങനെ 3 കുട്ടികൾ. ജാന്ന തൻ്റെ മാതൃത്വത്തെ വളരെ കൃപയോടെയാണ് നോക്കിക്കണ്ടത്. അങ്ങനെ ജീവിതം വളരെ സന്തോഷകരമായി നീങ്ങിക്കൊണ്ടിരിക്കെ 1961 അവൾ 4ാമത്തെ കുഞ്ഞിന് ഗർഭം ധരിച്ചു. എന്നാൽ അത്യാഹിതം എന്ന വണ്ണം 2ാം മാസത്തിൽ തന്നെ ജാന്നയുടെ ഉദരത്തിൽ കുട്ടിയോടൊപ്പം ഒരു ട്യൂമറും വളരാൻ തുടങ്ങി. കുഞ്ഞിനെയും ട്യൂമറിനെയും ഒരുമിച്ച് ഗർഭപാത്രത്തിൽ വഹിക്കേണ്ടതായ ഒരവസ്ഥ വന്നു ചേർന്നു. ഡോക്ടർമാർ അവൾക്ക് 3 നിർദ്ദേശങ്ങൾ നൽകി. 1, ഗർഭഛിദ്രം. 2, ഗർഭപാത്രം പൂർണ്ണമായി നീക്കം ചെയ്യുക. 3, ഗർഭപാത്രത്തിലുള്ള മുഴ നീക്കം ചെയ്തുകൊണ്ട് കുഞ്ഞു പുറത്തു വരുന്നത് വരെ മറ്റു ചികിത്സകളൊന്നും ചെയ്യാതിരിക്കുക. ഇത് ഏറ്റവും സങ്കീർണവും അപകടകരവുമായ ഒന്നായിരുന്നു. അതായത് ചികിത്സയൊന്നും ചെയ്യാതെ കുഞ്ഞിനെ വളരാൻ അനുവദിക്കുക. പീഡിയാട്രീഷ്യനായ ജാന്ന തൻ്റെ ജീവൻ അപകടത്തിൽ പെട്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കി. എന്നിട്ടും തൻ്റെ കുഞ്ഞിൻ്റെ ജീവനാണ് തൻ്റെ ജീവനേക്കാൾ വിലപ്പെട്ടതെന്ന് അവൾ കണ്ടു. അതിനാൽ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടരുതെന്ന് അവൾ തീരുമാനമെടുത്തു. അതായത് 3ാമത്തെ തീരുമാനത്തിൽ തന്നെ അവൾ ഉറച്ചു നിന്നു. തൻ്റെ 4ാമത്തെ കുഞ്ഞായ ജാന്ന ഇമ്മാനുവേല ജനിച്ച് 4 ആഴ്ചയ്ക്കുള്ളിൽ ആ അമ്മ തൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായി. ദൈവദത്തമായ ജീവൻ നശിപ്പിക്കാൻ ഒരാൾക്കും അവകാശമില്ലെന്നും ആ ജീവൻ സംരക്ഷിക്കാൻ തൻ്റെ ജീവൻ കൊടുക്കാൻ തയ്യാറാണെന്നും ജാന്ന ഈ ലോകത്തോട് തന്നെ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് അവൾ വളരെ ശ്രേഷ്ഠമായ രീതിയിൽ തൻ്റെ ജീവൻ തൻ്റെ പിതാവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു. ജാന്നയുടെ മരണശേഷം അവളുടെ മധ്യസ്ഥതയാൽ വളരെയധികം അത്ഭുതങ്ങൾ തന്നെ നടന്നു. 1994 വാഴ്ത്തപ്പെട്ടവളായും 2004 വിശുദ്ധയായും വിശുദ്ധനായ ജോൺ പോൾ 2 മാർപ്പാപ്പ ജാന്നയെ പ്രഖ്യാപിച്ചു. എല്ലാ ഗർഭസ്ഥ ശിശുക്കളുടെയും പ്രക്കാതപോയ ശിശുക്കളുടെയും അമ്മമാരുടെയും മധ്യസ്ഥയായി ഈ അൽമായ വിശുദ്ധയെ അദ്ദേഹം ലോകത്തിന് സമർപ്പിച്ചു. അന്ന്
കത്തോലിക്കാ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഭർത്താവ് ഒരു ഭാര്യയുടെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന് സാക്ഷ്യം വഹിച്ചു. ഒരു നല്ല ക്രിസ്തീയ കുടുംബിനിയായി ജീവിച്ച് തൻ്റെ കുഞ്ഞിനു വേണ്ടി സ്വജീവൻ ബലിയായി നൽകിയ വിശുദ്ധ ജാനയുടെ വാർത്തകൾ ലോകം മുഴുവൻ വ്യാപിച്ചു. കേരളത്തിൽ കാഞ്ഞിരപ്പള്ളിയിലും എറണാകുളം ജില്ലയിലെ മരടിലും വിശുദ്ധ ജാനയുടെ മധ്യസ്ഥതയിലുള്ള ദേവാലയങ്ങളുണ്ട്. നൈമിഷിക സുഖങ്ങൾക്കും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വേണ്ടി ഉദരത്തിലുള്ള കുഞ്ഞിനെ അബോർഷൻ ചെയ്യാൻ യാതൊരു മടിയുമില്ലാത്ത അമ്മമാരുള്ള ഈ കാലഘട്ടത്തിൽ ജീവന് ഭീഷണി നേരിടുന്ന എല്ലാ ഗർഭസ്ഥ ശിശുക്കൾക്കും വേണ്ടി വിശുദ്ധ ജാനയുടെ മാധ്യസ്ഥം നമുക്ക് തേടാം. ജീവൻ്റെ സംരക്ഷകരായി നാം മാറണമെന്ന് വിശുദ്ധ ജാന നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ ജാനയുടെ കബറിടത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന മക്കളില്ലാത്ത ദമ്പതികൾക്ക് മക്കളെ ലഭിക്കുന്നതായി അനേകർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.